പാറിമായം. ശരി, നമസ്കാരമുണ്ട് സാറേ. അന്റെ കാര്യങ്ങൾ എന്തൊക്കെയായി? ഇതിന് എല്ലാ രേഖയുണ്ട് സാറേ. പിന്നെ വക്കീലിനെ കണ്ടിട്ട് എന്തോ കുന്തം വാങ്ങണം പറഞ്ഞല്ലോ. കുന്തല്ല, സ്റ്റേറ്റ്മെന്റ്. അതും അതിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ബാഗ് എന്റെ ലോണിന്റെ കാര്യം ശരിയാക്കി തരട്ടോളെ. ലോൺ അടക്കട്ടെ. നമ്മളെ കൊളപ്പുള്ളിയിൽ 30 സെന്റ് എന്തായി? കൊളപ്പുള്ളിയിലെ 30 സെന്റ് അവിടെ ഉണ്ട്. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ 40 ആക്കി. എന്താണ് പ്രശ്നം ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടാ? ഇല്ല, പ്രശ്നമില്ല. നോക്കുമ്പോ ചിലപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. പ്രശ്നമുണ്ട്. ലൈബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇല്ല, സൈറ്റ് പ്ലാനും ഇല്ല. ഇതൊന്നും ഇല്ലാണ്ട് ലോണ് കിട്ടൂല മോനെ. എന്ത് വർത്താനാണ് നിങ്ങൾ പറയണത്? കുറെ നേരമായി നിങ്ങൾ അതൊന്നും പറയാൻ തുടങ്ങിയിട്ട്. മുമ്പ് വന്നപ്പോ പറഞ്ഞു ഓരോ രേഖകൾ വേണമെന്ന്. ഇത് എന്ത് രേഖകളാണിത്? പേടിപ്പിച്ചാഞ്ഞല്ലോടോ, ആകെ ബേജാറായി പോയി മനുഷ്യ. കുത്തിരിക്കേ ഇന്നിപ്പിക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റൂല. പേടിക്കൊന്ന് മാറട്ടെ, പോയിട്ട് പിന്നെ വന്നാലേ. എനിക്ക് നിങ്ങളുടെ ലോണും വേണ്ട, ഒരു മണ്ണാങ്കട്ടിയും വേണം. ഞാൻ എന്റെ പണിക്ക് പോവാണ്. പഞ്ചായത്ത് ഓഫീസിൽ പോയാൽ പറയും വില്ലേജ് ഓഫീസിൽ പോകണമെന്ന്. വില്ലേജ് ഓഫീസിൽ പോയാൽ പറയും വക്കീലിനെ കാണണമെന്ന്. വക്കീലിനെ കണ്ടാലോ? വക്കീലിനെ കണ്ടാ പറയും നിങ്ങൾ ബാങ്കിൽ പോകണമെന്ന്. ഇതെന്താണ് നിങ്ങൾ കളിയാത്ത ആളിനെ? ഒരു ഭാഗത്ത് നിന്ന് പറയടോ, ഈ സിറ്റി ബസ് കളിക്കുമ്പോൾ ഇങ്ങനെ കളിക്കണോ? ഈ ഒറ്റ സ്ഥലത്തൂടെ എനിക്ക് പോകാൻ ഭാഗ്യമില്ലോളെ. അതേതാ സ്ഥലം? അത് സെൻട്രൽ ജയിലാണ്. എല്ലാവരും കൊണ്ട് ഞാൻ സെൻട്രൽ ജയിലിൽ പോകും. സത്യശീല, ഇങ്ങനെ ചൂടായിട്ട് ഒരു കാര്യമില്ല. നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. എന്താ പ്രശ്നം? മേഡോ, ഇയാള് കൊണ്ടുവന്ന ഈ രേഖകളില് ലൈബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇല്ല, സൈറ്റ് പ്ലാനും ഇല്ല. ഇത് രണ്ടും ഇല്ലാണ്ട് ലോൺ കിട്ടൂല എന്ന് പറഞ്ഞാൽ ഓനതാ തുള്ളി കളിക്കണം. സത്യശീല, ലൈബിലിറ്റി സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും വേണ്ട ഒന്നാണ്. തന്റെ ഭൂമിയുടെ മേല് വേറെ ഒരു ബാധ്യതയും ഇല്ല എന്ന് വില്ലേജ് ഓഫീസർ എഴുതി തരണം. അതാണ് അതിന്റെ ചടങ്ങ്. ചടങ്ങൊന്നും തെറ്റിക്കാൻ ഇവിടെ പറ്റില്ല. എത്ര രേഖ കിട്ടിയാലും നിങ്ങൾക്ക് മതിയാവില്ല അല്ലേ? ഞാനൊരു കാര്യം ചോക്കട്ടെ, നിങ്ങൾ ഈ ലോൺ തരാതിരിക്കാൻ വേണ്ടിട്ടാണ് ആലോചിക്കണത്? അങ്ങനെയാണെങ്കിൽ ഇക്കണ്ട ബാങ്കിൽ ഈ ലോണിന്റെ തുകയൊക്കെ കെട്ടിക്കിടക്കണ്ടേ? മാണ്ടേ? എന്താണ് കെട്ടിക്കിടക്കണ്ടേന്ന് ഒന്നും മനസ്സിലാവില്ല. ശരി ശരി, ഈ സൈറ്റിന്റെ പ്ലാൻ അവിടെ കിട്ടും. അത് നമ്മൾ പറഞ്ഞുതരാം. വില്ലേജ് ഓഫീസറെ പോയി കാണാം. ഇതിന് മൂപ്പരെ കൈയോടെ പിടിച്ചോണ്ട് ഈ പെരണ്ടാക്കുന്ന സ്ഥലത്ത് പോവുക. അവിടെയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് മൂപ്പരെ കൈമിൽ എന്തെങ്കിലും വെച്ചു കൊടുക്കുക. അപ്പ കിട്ടും എനിക്ക്. അയ്യോ, ഇതില് പട്ടികയില്ല. എന്താണ് പട്ടികയില്ലാന്ന്? പട്ടിക? ലോൺ എടുക്കാൻ വരുന്ന ആള് ഇനി ആശാരിപ്പണി പഠിക്കണം? ആശാരിപ്പണി ഒന്നല്ല. പട്ടിക എന്ന് പറഞ്ഞാൽ തന്റെ സ്ഥലത്തിന്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽ അടങ്ങിയിട്ടുള്ള ഒരു രേഖയാണ്. അതിൽ താൻ ആരുടെ നിന്നാണ് സ്ഥലം വാങ്ങിച്ചത്, ഉടമസ്ഥന്റെ വിരലടയാളം, ഇതൊക്കെ ഉണ്ടാവും അല്ലേ? അതില്ല. അതല്ലേ കുടിക്കണം. എടോ, അത് തന്റെ സ്ഥലത്തിന്റെ മേലെ യാതൊരു ബാധ്യതയും ഇല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. അപ്പൊ അതന്നെയല്ലേ ഇത്? ഈ പൊട്ടന് ഇതൊന്നും മനസ്സിലാവില്ല. അയ്യോ അയ്യോ, എന്നാലുണ്ട് സാർമാരെ, ഈ ലോകത്തിൽ ഇത്രയും കൂടുതൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പോഴാണ് കേട്ടോ. ഈ ലോൺ എടുക്കാൻ വരുന്നവർക്കൊക്കെ ഇത് ചെയ്യേണ്ടി വരും. കുറച്ച് കഷ്ടപ്പെടാതെ കാര്യം നടക്കുന്നാണോ? ശരി ശരി, എന്നാ പിന്നെ ഞാൻ കുറെ കീഴിയായിട്ടുണ്ട് വരാം. അതിനത് എല്ലാവർക്കും വീതിച്ചു കൊടുക്കന്നെ, നല്ല സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. വിളിച്ചോളൂ നിങ്ങള്. നാളെ ഞാൻ വരുന്നുണ്ട് ഇങ്ങോട്ട് കേട്ടോളി. നാളെ വരുമ്പോല്ലേ? നാളെ വരുമ്പോ ഗംഭീരായിരിക്കും. തന്നെ വരുന്നുണ്ട്. ഈ ഫയൽ എടുക്കാൻ എന്താ? അതെ, ഈ രേഖകളൊന്നും ഇല്ലാണ്ട് ലോൺ കിട്ടുന്ന ഏതെങ്കിലും സ്ഥലം ഉണ്ടോ ഇവിടെ? പിന്നെ എവിടെയാണ്? താൻ സ്വന്തമായിട്ട് ഒരു ബാങ്ക് തുടങ്ങുമ്പോ തനിക്ക് കിട്ടും. ഇത് വേണ്ടത് എനിക്ക്. സാറേ, എന്റെ ലോണിന്റെ കാര്യം എന്തായി? തന്റെ ലോണിന്റെ കാര്യം ശരിയായോ? ഒരുവിധം പേപ്പറൊക്കെ ശരിയാണ്, പക്ഷേ നടക്കില്ല സത്യശീല. അയ്യോ, അതെന്താണ് സാറേ? ഇതില് പട്ടയില്ല. എന്താണ് പട്ടയില്ല? പട്ടയം വേണം. പട്ടയില്ലാത്ത രേഖയ്ക്ക് ലോൺ കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ എന്താണ് സാറേ ആളിനെ കുരങ്ങ് കളിപ്പിക്കാണ്? നിങ്ങൾക്ക് ഇത് ആദ്യം പറഞ്ഞൂടെ? എടോ, തന്റെ രേഖ പരിശോധിക്കുമ്പോഴല്ലേ മനസ്സിലാവണത് അതിൽ പട്ടയില്ല എന്നുള്ളത്. അതിനുശേഷമല്ലേ പറയാൻ പറ്റൂ. പട്ടയം കൊണ്ടുവരൂ, അല്ലാതെ ശരിയാവില്ല. ഇനി ഞാൻ പട്ടയം കൂടെ ശരിയാക്കി കൊണ്ടുവന്ന് വെക്കി. അപ്പൊ നിങ്ങൾ വേറെന്തെങ്കിലും പറയോ കൊണ്ടുവരണമെന്ന്? അങ്ങനെ വല്ലതും പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കൊന്നിട്ട് ഞാൻ അവിടെ കെട്ടി തൂങ്ങിച്ചാവും. ചൂടാവല്ലടോ, എല്ലാം ശരിയാവും സത്യശീല. എന്ത് ശരിയാവും? ഇവിടെയൊക്കെ കയറി ഇറങ്ങിയ സമയം കൊണ്ടേ ഞാൻ ബസ് സ്റ്റാൻഡിൽ തുണി വിരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് 20 ലക്ഷം ഉറുപ്പിക കിട്ടും. എല്ലാവിധ ഭാവങ്ങളും. താൻ പട്ടയം കൊണ്ടുവരാ ചെല്ല. എന്റെ സാറേ, ഇത് എവിടെയാണ് കിട്ടുക? ടൗണിൽ പോണോ ഞാന്? എടോ, ഇത് ടൗണിൽ പോയി കടയിൽ നിന്ന് മേടിക്കേണ്ട സാധനമല്ല. ഇത് ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിൽ ചെല്ലണം. അവിടെന്നാ തരിക പട്ടയം. എന്നാ നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും വെച്ചൂടെ സാറേ? എന്താണിത്? എടോ, ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിൽ ചെല്ലണമേ, അല്ലാതെ ഇവിടേക്ക് വെക്കാൻ പറ്റുമോ? എന്നാൽ ഇത് എന്തൊരു കഷ്ടപ്പെടുത്തലാണ് സാറേ. ഇങ്ങനെയുണ്ട് ഒരു കഷ്ടപ്പെടുത്തൽ മനുഷ്യന്മാരിട്ടിട്ട്. എടോ, കുറച്ചൊക്കെ ബുദ്ധിമുട്ടണം. ഇത് ബാങ്കല്ലേ, ബാങ്കിന് അതിന്റേതായിട്ടുള്ള ചില പ്രൊസീജിയർ ഒക്കെ ഉണ്ട്. ഇവിടെ അലമാരയിൽ ഇരിക്കുന്ന 20 ലക്ഷം രൂപ എടുത്ത് തനിക്ക് തരാൻ പറ്റുമോ? എടോ, ബോർഡ് മീറ്റിംഗ് കൂടണം, ഡയറക്ടർ ബോർഡ് തീരുമാനിക്കണം, എന്നാലേ തന്റെ ലോൺ പാസ്സാവുള്ളൂ. അപ്പൊ എന്റെ ലോൺ ഇതുവരെ പാസ്സാക്കിയിട്ടില്ലേ നിങ്ങള്? ഇതൊന്നും പറഞ്ഞ് മനസ്സിലായില്ല. എടോ, 1 മാസം കഴിയുമ്പോഴേ ബോർഡ് മീറ്റിംഗ് ഉണ്ടാവുള്ളൂ. ആ മീറ്റിംഗിന് തീരുമാനിച്ചിട്ട് തനിക്ക് ലോൺ പാസ്സാവുള്ളൂ. അപ്പൊ വരിക സാറേ. വെറുതെ അല്ല ടോളി,
ആൾക്കാരൊക്കെ കൊലയാളികളായിട്ട് മാറണത്. താങ്കളുടെ പേപ്പേഴ്സ് ഒക്കെ പരിശോധിച്ചു. ആ. പക്ഷെ താങ്കൾ ആവശ്യപ്പെട്ട മുഴുവൻ തുക തരാൻ പറ്റില്ല. അതെന്താണ് സാറേ? ഇനിയിപ്പോ ഇന്ത്യൻ ഭരണഘടനയുടെ കോപ്പി കൂടെ വേണം പറഞ്ഞു നിങ്ങൾ. മോരുമള്ളേ മോരുമള്ളേ നല്ല നാടൻ മോരുമള്ളേ. ഞാൻ മോരുവെള്ളം കുറച്ച് പോയിക്കോ, കുടിച്ചിട്ട് പോയിക്കോ. മോരുമള്ളേ നല്ല നാടൻ മോരുമള്ളേ മതിയോ?